ഹായ് എവരിവൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നു. അതായത് കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യന് അതിന് അവർ പലരോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ തമാശ രൂപേണയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചു. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇത് നമുക്ക് അത്ര വേഗം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരമായിട്ട് എനിക്ക് അപ്പോൾ അവരോട് പറയാൻ സാധിച്ചത് ഇങ്ങനെയാണ്: ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതെന്താണെന്നപ്പോൾ അവർ വീണ്ടും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ജനിക്കാതിരിക്കണം. അപ്പം ഈ ഭൂമിയിൽ ജനിക്കുന്ന സകലരും മരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടീഡായിട്ട് പറയാവുന്ന ഒരു കാര്യം നമുക്ക് ഈ ലോകത്തുള്ളത്, ഒരു മനുഷ്യൻ അവന് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളത്. സമയം എപ്പോഴാണെന്നോ അല്ലെങ്കിൽ ഏത് സമയത്താണെന്നോ നമുക്കറിയില്ല. ആ ഉത്തരം കേട്ട് പുള്ളിക്കാരിക്ക് ഒരു മനസ്സിന് എന്തോ ഒരു വ്യത്യാസമായിട്ട് തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, അത് നമ്മുടെ കയ്യിലില്ലാത്ത കാര്യമാണല്ലോ, അത് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടല്ലല്ലോ. പക്ഷെങ്കിൽ എന്താണ് ഇങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, എല്ലാ സന്തോഷവും സമാധാനവും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് കൂടുതൽ നാൾ ജീവിക്കണം എന്ന് തോന്നും, ഈ ലോകത്തെ സന്തോഷങ്ങൾ അനുഭവിക്കണം എന്ന് തോന്നും. അതുകൊണ്ട് ആയുസ് നീട്ടി കിട്ടണം എന്നുള്ള, മരിക്കുകയേ വേണ്ട, ഇങ്ങനെ സുഖമായിട്ടിരുന്നാൽ മതി എന്നുള്ള ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ മനസ്സിന് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മരിക്കുകയേ വേണ്ടാന്ന് തോന്നും. അതേപോലെ പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്ന് തോന്നുന്നവരും ഉണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു വലിയ ഗതിവിശേഷമാണിത്. അപ്പോൾ നമ്മളൊക്കെയും ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരിക്കും എന്നുള്ള ഗ്യാരണ്ടിയാണ്. എന്നാൽ നമ്മൾ ഈ മരിക്കുന്നതിന് മുമ്പ് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും നമ്മളുടെ വ്യക്തിത്വം ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രയോജനപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ഓർമ്മയായിട്ടിരിക്കുവാനോ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ട് നടന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരികളായിരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അങ്ങനെ എൻ്റെ കൂട്ടുകാരിക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നു.